ഡയബറ്റീസിൻ്റെ റീസൺസ് പറയുകയാണെങ്കിൽ മെയിൻലി ലൈഫ് സ്റ്റൈൽ, അതായത് അതിൽ ഭക്ഷണത്തിനും വ്യായാമത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണെന്ന് പറയാൻ പറ്റും. ഒന്ന് മറ്റേനേക്കാളും മികച്ച കൺട്രോൾ കൊണ്ടൊന്ന് അങ്ങനെയല്ല, രണ്ടും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം ഈ 3 നേരമുള്ള, സാധാരണ നമ്മൾ 3 നേരമാണ് കഴിക്കുന്നത് സാധാരണഗതിയിൽ. ആ 3 നേരവും നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ആ ബാലൻസ് ഭക്ഷണം എന്ന് പറയുമ്പോൾ അതിൽ കാർബോഹൈഡ്രേറ്റ്സ് വേണം, അതായത് ഷുഗർ ദഹിച്ച ഷുഗറായി മാറുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മൾ ഉൾക്കൊള്ളിക്കണം. ചോറ്, ചപ്പാത്തി അല്ലെങ്കിൽ നമ്മുടെ ദോശ, ആ രീതിയിലുള്ളതും വേണം. പക്ഷെ അതിൻ്റെ അളവെല്ലാം നമ്മൾ മിതപ്പെടുത്തി വേണം കഴിക്കാനായിട്ട്. അതുമാതിരി പഞ്ചസാര, അങ്ങനത്തെ ഭക്ഷണം, അതായത് പഞ്ചസാരയും നമ്മൾ കഴിക്കുന്ന ചോറും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പഞ്ചസാര പെട്ടെന്ന് തന്നെ ഗ്ലൂക്കോസായിട്ട് നമ്മുടെ ബ്ലഡിലോട്ട് കയറിപ്പോവും. അതേസമയം നമ്മളൊരു ചോറൊക്കെ കഴിക്കുക, പ്രത്യേകിച്ചും തവിടുള്ള ചോറൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിൽ വേറെ ഒരുപാട് കാര്യങ്ങളും കൂടെ, അതായത് വൈറ്റമിൻ, മിനറൽസ് ഒക്കെ പോലത്തെ സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുമാതിരി ഗ്ലൂക്കോസ് പെട്ടെന്ന് അത് ഗ്ലൂക്കോസായി മാറുന്നില്ല, അത് അതിൻ്റെതായ സമയമെടുത്ത് മാത്രമേ ദഹിച്ച് ഗ്ലൂക്കോസ് എന്ന അവസ്ഥയിലോട്ട് എത്തപ്പെടുന്നുള്ളൂ. അപ്പോൾ പഞ്ചസാര പോലത്തെ പെട്ടെന്ന് ഷുഗർ കയറ്റുന്ന പഞ്ചസാര പോലത്തെ ഭക്ഷണങ്ങൾ നമ്മൾ വളരെയധികം മിതപ്പെടുത്തുക. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ പറയുന്ന രീതിയിൽ കഴിക്കാൻ ശ്രമിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഒപ്പം വ്യായാമം ചെയ്യുകയും വേണം.